സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 25. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ദിനവൃത്താന്തം 2-ാം പുസ്തകം 21-ഉം 22-ഉം അധ്യായങ്ങൾ. ദിനവൃത്താന്തം 2-ാം പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യെഹോശാഫാത്ത് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി. അവന് യഹോശാഫാത്തിന്റെ പുത്രന്മാരായി അസര്യാവ്, യെഹിയേൽ, സെഖര്യാവ്, അസര്യാവ്, മീഖായേൽ, ശെഫത്യാവ് എന്നീ സഹോദരന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ പുത്രന്മാർ. അവരുടെ അപ്പൻ അവർക്ക് വെള്ളിയും പൊന്നും വിശേഷ വസ്തുക്കളുമായ വലിയ ദാനങ്ങളും യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളും കൊടുത്തു. എന്നാൽ യഹോരാം ആദ്യജാതനായിരിക്കാൻ രാജത്വം അവന് കൊടുത്തു. യഹോരാം തന്റെ അപ്പന്റെ രാജത്വമേറ്റ് തന്നെത്താൻ ബലപ്പെടുത്തിയ ശേഷം തന്റെ സഹോദരന്മാരെയൊക്കെയും ഇസ്രായേൽ പ്രഭുക്കന്മാരിൽ പലരെയും വാൾ കൊണ്ട് കൊന്നു. യഹോരാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരുശലേമിൽ വാണു. ആഹാബ് ഗ്രഹം ചെയ്തതുപോലെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. ആഹാബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നുവല്ലോ. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എന്നാൽ യഹോവ ദാവീദിനോട് ചെയ്തിരുന്ന നിയമനിമിത്തവും അവനും അവന്റെ പുത്രന്മാർക്കും ഒരു ദീപം എല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിമിത്തവും ദാവീദ് ഗൃഹത്തെ നശിപ്പിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. അവന്റെ കാലത്ത് ഏദോം യഹൂദായുടെ മേലധികാരത്തോട് മത്സരിച്ച് തങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു. യഹോരാം തന്റെ പ്രഭുക്കന്മാരോടും സകല രഥങ്ങളോടും കൂടെ ചെന്ന് രാത്രിയിൽ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏദോമരെയും തേരാളികളെയും തോൽപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഏദോം ഇന്നുവരെ യഹൂദായുടെ മേലധികാരത്തോട് മത്സരിച്ചു നിൽക്കുന്നു. അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് ആ കാലത്ത് തന്നെ ലിബ്നയും അവന്റെ മേലധികാരത്തോട് മത്സരിച്ചു. അവൻ യഹൂദ പർവ്വതങ്ങളിൽ പൂജാഗിരികളെ ഉണ്ടാക്കി യെരുശലേം നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി യഹൂദായെ തെറ്റിച്ചു കളഞ്ഞു. അവന് ഏലിയ പ്രവാചകന്റെ പക്കൽ നിന്ന് ഒരു എഴുത്ത് വന്നത് എന്തെന്നാൽ, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ നിന്റെ അപ്പനായ യഹോശാഫാത്തിന്റെ വഴികളിലും യഹൂദ രാജാവായ ആസയുടെ വഴികളിൽ നടക്കാതെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടക്കുകയും ആഹാബ് ഗ്രഹത്തിന്റെ പരസംഗം പോലെ യഹൂദായെയും യെരുശലേം നിവാസികളെയും പരസംഗം ചെയ്യുമാറാക്കുകയും നിന്നേക്കാൾ നല്ലവരായ നിന്റെ പിതൃഭവനത്തിലുള്ള നിന്റെ സഹോദരന്മാരെ കൊല്ലുകയും ചെയ്യുക കൊണ്ട് യഹോവ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുവകകളെയും മഹാബാധ കൊണ്ട് ബാധിക്കും. നിനക്കോ ദീനത്താൽ നിന്റെ കുടൽ കാലക്രമേണ പുറത്തു ചാടും വരെ കുടലിൽ വ്യാധി പിടിച്ച് കഠിന ദീനമുണ്ടാകും. യഹോവ ഫെലിസ്ത്യരുടെയും കൂശ്യരുടെയും സമീപത്തുള്ള അറബികളുടെ മനസ്സ് യഹോരാമിന്റെ നേരെ ഉണർത്തി. അവർ യഹൂദായിലേക്ക് വന്ന് അതിനെ ആക്രമിച്ച് രാജധാനിയിൽ കണ്ട സകല വസ്തുവകകളെയും അവന്റെ പുത്രന്മാരെയും അവന്റെ ഭാര്യമാരെയും അപഹരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് അവന്റെ ഇളയ മകനായ യഹോവാഹാസ് അല്ലാതെ ഒരു മകനും അവനെ ശേഷിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ ശേഷം യഹോവ അവനെ കുടലിൽ പൊറുക്കാത്ത വ്യാധി കൊണ്ട് ബാധിച്ചു. കാലക്രമേണ 2 സംവത്സരം കഴിഞ്ഞിട്ട് ദീനത്താൽ അവന്റെ കുടൽ പുറത്തു ചാടി അവൻ കഠിന വ്യാധിയാൽ മരിച്ചു. അവന്റെ ജനം അവന്റെ പിതാക്കന്മാർക്ക് കഴിച്ച ദഹനം പോലെ അവന് വേണ്ടി ദഹനം കഴിച്ചില്ല. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരുശലേമിൽ വാണ് ആർക്കും ഇഷ്ടനാകാതെ കഴിഞ്ഞുപോയി. അവനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു, രാജാക്കന്മാരുടെ കല്ലറകളിൽ അല്ലതാനും. ദിനവൃത്താന്തം 2-ാം പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യെരുശലേം നിവാസികൾ അവന്റെ ഇളയ മകനായ അഹസ്യാവെ അവന് പകരം രാജാവാക്കി. അറബികളോടുകൂടെ പാളയത്തിൽ വന്ന പടക്കൂട്ടം മൂത്തവരെ ഒക്കെയും കൊന്നുകളഞ്ഞിരുന്നു. ഇങ്ങനെ യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അഹസ്യാവ് രാജാവായി. അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 42 വയസ്സായിരുന്നു. അവൻ 1 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അഥല്യ എന്നു പേർ. അവൾ ഒമ്രിയുടെ മകളായിരുന്നു. അവനും ആഹാബ് ഗൃഹത്തിന്റെ വഴികളിൽ നടന്ന് ദുഷ്ടത പ്രവർത്തിപ്പാൻ അവന്റെ അമ്മ അവന് ആലോചനക്കാരത്തിയായിരുന്നു. അതുകൊണ്ട് അവൻ ആഹാബ് ഗൃഹത്തെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ അവന്റെ അപ്പൻ മരിച്ച ശേഷം അവന്റെ നാശത്തിനായി അവന്റെ ആലോചനക്കാരായിരുന്നു. അവരുടെ ആലോചന പോലെ അവൻ നടന്നു. ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ മകൻ യോരാമിനോടുകൂടെ അവൻ ഗിലെയാദിലെ രാമോത്തിൽ അരാം രാജാവായ ഹസായേലിനോട് യുദ്ധത്തിന് പോയി. എന്നാൽ അരാമ്യർ യോരാമിനെ മുറിവേൽപ്പിച്ചു. അരാം രാജാവായ ഹസായേലിനോട് യുദ്ധത്തിൽ രാമയിൽ വെച്ചേറ്റ മുറിവുകൾക്ക് ചികിത്സ ചെയ്യേണ്ടതിന് അവൻ ഇസ്രായേലിൽ മടങ്ങിപ്പോയി.
യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അസര്യാവ് ആഹാബിന്റെ മകനായ യോരാം ദീനമായി കിടക്കയാൽ അവനെ കാണുവാൻ ഇസ്രായേലിൽ ചെന്നു. യോരാമിന്റെ അടുക്കൽ ചെന്നത് അഹസ്യാവിന് ദൈവഹിതത്താൽ നാശഹേതുവായി ഭവിച്ചു. അവൻ ചെന്ന സമയം ആഹാബ് ഗൃഹത്തിന് നിർമ്മൂലനാശം വരുത്തുവാൻ യഹോവ അഭിഷേകം ചെയ്തവനായി നിംശിയുടെ മകനായ യേഹൂവിന്റെ നേരെ അവൻ യഹോരാമിനോടുകൂടെ പുറപ്പെട്ടു. യേഹൂ ആഹാബ് ഗൃഹത്തോട് ന്യായവിധി നടത്തുകയും അവൻ യഹൂദ പ്രഭുക്കന്മാരെയും അഹസ്യാവിന് ശുശ്രൂഷ ചെയ്യുന്നവരായ അഹസ്യാവിന്റെ സഹോദരന്മാരുടെ പുത്രന്മാരെയും കണ്ട് അവരെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ അഹസ്യാവെ അന്വേഷിച്ചു. അവൻ ശമര്യയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവർ അവനെ പിടിച്ച് യേഹൂവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അന്വേഷിച്ച യഹോശാഫത്തിന്റെ മകനല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ അടക്കം ചെയ്തു. ഇങ്ങനെ അഹസ്യാവിന്റെ ഗൃഹത്തിൽ ആർക്കും രാജ്യത്വം വഹിപ്പാൻ ശക്തിയില്ലാതെയിരുന്നു. അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് യഹൂദ ഗൃഹത്തിലെ രാജസന്തതിയെ ഒക്കെയും നശിപ്പിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോശബത്ത് കൊല്ലപ്പെടുന്ന രാജാക്കന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും ഒരു ശയനഗ്രഹത്തിൽ ആക്കി. ഇങ്ങനെ യഹോരാം രാജാവിന്റെ മകളും യഹോയാദ പുരോഹിതന്റെ ഭാര്യയുമായ യഹോശബത്ത്, അവൾ അഹസ്യാവിന്റെ സഹോദരിയല്ലോ, അഥല്യ അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവനെ ഒളിപ്പിച്ചു. അവൻ അവരോടുകൂടെ 6 സംവത്സരം ദൈവാലയത്തിൽ ഒളിച്ചിരുന്നു. എന്നാൽ അഥല്യ ദേശം വാണു. ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബമുണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവും ആയിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂരാ സമഭൂമിയിൽ നിർത്തി. നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു. അങ്ങനെ പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടി നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തിന്റെ മുമ്പാകെ നിന്നു. അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ, നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും. അതുകൊണ്ട് സകല വംശങ്ങളും കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ മുതലായ സകലവിധ വാദ്യനാദവും കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിച്ചു. എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്തു വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. അവർ നെബൂഖദ്നേസർ രാജാവിനെ ബോധിപ്പിച്ചത്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. രാജാവേ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയുമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്ക്, മേശക്, അബേദ്നഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതീക്ഷിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാർ? ശദ്രക്കും മേശക്കും അബേദ്നഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും.
അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിന്റെ കോപം മുഴുത്ത് ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി. തീച്ചുള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂടുപിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു. അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചുളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചുളയുടെ വാതിൽക്കൽ അടുത്ത് ചെന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ പുറത്തു വരുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി. ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായകൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിധി കൽപ്പിക്കുന്നു. പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. ഇന്ന് നമ്മൾ വായിക്കുന്ന 3-മത്തെ വായനാഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെക്കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദായിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവ് മല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു.
ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തല കീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്ന് മറുപേരുള്ള ബർസബ എന്ന യോസേഫ്, മത്യാസ് എന്നീ 2 പേരെ നിർത്തി. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദാ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിന്റെ സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ 20 ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്യാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.